ഹലോ ഫ്രണ്ട്സ്, ഈ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 21. ഇവിടെ അല്പം മഴയും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ജാക്കറ്റുമായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഏപ്രിൽ 21 എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രന്റെ ദൗത്യം കഴിഞ്ഞിട്ട് അമേരിക്കയിലെ നാസയുടെ ചന്ദ്രനിലേക്ക് അയച്ച ആർട്ടിമിസ് മിഷൻ 2 ആ ദൗത്യം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ ആർട്ടിമിസ് മിഷന്റെ ഇടയ്ക്ക് അവർ 10,000-ഓളം ചിത്രങ്ങൾ എടുക്കുകയുണ്ടായി. അതിൽ മനോഹരങ്ങളായ കുറെ ചിത്രങ്ങളുണ്ട്. മനോഹരങ്ങൾ എന്ന് മാത്രമല്ല, അത് നമ്മൾ കാണേണ്ടതും വിശകലനം ചെയ്യേണ്ടതുമാണ്. അപ്പൊ അതിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് പറയുകയാണ് ഇതിൽ ഒരു ഉദ്ദേശം. ആ ചിത്രങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്, നമ്മൾ അതിൽ കാണുന്ന വളരെ സവിശേഷമായ കുറെ കാര്യങ്ങളൊക്കെ അതെന്താണെന്ന് പറയുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അവർ 10,000-ഓളം ചിത്രങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു. ആർട്ടിമിസ് 2 ഏതാണ്ട് 32 ക്യാമറകൾ ഉണ്ടായിരുന്നു. ഈ 32 ക്യാമറകൾ 15 ക്യാമറകൾ അതിന്റെ ഭാഗങ്ങളിൽ ഔട്ട്സൈഡിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. ഈ 15 ക്യാമറകൾ, അതായത് ഇതിന്റെ ഔട്ട്സൈഡ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ 15 ക്യാമറകൾ നാവിഗേഷന്, അതിന്റെ എഞ്ചിനീയറിംഗിന്റെ പാർട്ടായിട്ട്, അതുപോലെ തന്നെ ക്രൂവിനെ മോണിറ്റർ ചെയ്യാനായിട്ടത്, അതായത് ക്രൂ എന്ത് ചെയ്യുന്നു, അപ്പൊ അവർ എന്ത് ചെയ്യുന്നു എന്ന് പിന്നീട് നമ്മൾ കാണുമെങ്കിൽ അവർക്ക് അതൊരു വീഡിയോ അതിന് എടുത്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പൊ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എടുക്കുന്ന അങ്ങനെയുള്ള ഫിക്സഡ് ആയിട്ടുള്ള 15 ക്യാമറകൾ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 17 ക്യാമറകൾ ഹാൻഡ് ഹെൽഡ് ക്യാമറകളായിരുന്നു. നമ്മൾ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ക്യാമറ എടുത്ത് ഫോക്കസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നത് പോലെ ഉപയോഗിക്കാവുന്ന ക്യാമറകളായിരുന്നു, ഇൻക്ലൂഡിങ് 3 ഐഫോൺസ്. അങ്ങനെ 17 ക്യാമറകൾ, ഹാൻഡ് ഹെൽഡ് ക്യാമറകൾ ഈ ക്രൂവിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അതിന്റെ ഫോട്ടോസ് എടുക്കുന്നത് അപ്പോൾ അത് ആക്ച്വലി ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള സെറ്റപ്പാണ് അവർ ചെയ്തിരുന്നത്. അപ്പൊ അതിലുള്ള കുറെ പിക്ചേഴ്സ് ആദ്യം നാസ പുറത്തുവിട്ടു. പിന്നീട് അവർ എല്ലാവരും കുറെയൊക്കെ പ്രോസസ് ചെയ്ത് കുറെ കൂടി പിക്ചേഴ്സ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള സെലക്ട് ചെയ്യപ്പെട്ട കുറച്ച് പിക്ചേഴ്സിന്റെ ഡീറ്റെയിൽസ്, അതിലെ പ്രത്യേകതകൾ എന്താണ്, ആ അത്ഭുതങ്ങൾ എന്നാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജോൺ കുടിയൻ. അപ്പോൾ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഫോട്ടോസിലേക്ക് പോകാം. ഈ ഫോട്ടോസിനൊക്കെ നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഫോട്ടോസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇംഗ്ലീഷിൽ അതിന് ഈക്വാലന്റ് ആയിട്ടുള്ളൊരു വേർഡ് ഉണ്ടോ? കണ്ണഞ്ചിപ്പിക്കുന്ന, ജോ ഡ്രോപ്പിംഗ് എന്ന് പറയാറുണ്ട്. യെസ്, ജോ ഡ്രോപ്പിംഗ് ഫസ്റ്റ് ഇമേജസ് ഫ്രം ആർട്ടിമിസ് 2 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആർട്ടിമിസ് 2, ആർട്ടിമിസ് 1 കഴിഞ്ഞു, 2 ആണ്, ഇനി 3 വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പിന്നീട് വരുന്ന ആ സമയത്തൊക്കെ കാണാം. ഇത് കാണുന്നത് ചന്ദ്രന്റെ ഫോട്ടോ ആണ്. ഭൂമിയുടെ സ്വന്തം ചന്ദ്രൻ, സ്വന്തം മൂൺ. ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് ഭൂമിയിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് സാധാരണ ഫോട്ടോ എടുക്കുമ്പോൾ ടെലസ്കോപ്പിലാണ് എടുക്കുക. പക്ഷെ ഇത് ടെലസ്കോപ്പിൽ എടുത്ത ഫോട്ടോ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 17 ക്യാമറകളിൽ ഒരു ക്യാമറ എടുത്ത് ചന്ദ്രന് നേരെ പിടിച്ച് ക്യാമറയുടെ ഷട്ടർ ബട്ടൺ അമർത്തി സാധാരണ രീതിയിൽ എടുത്ത ഒരു ചിത്രമാണിത്. അതെ, മൂണിന് ചുറ്റും സഞ്ചരിക്കുന്ന ആ സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് അതിന്റെ ജാലകത്തിലൂടെ, ജനാലയിലൂടെ എടുത്ത ഒരു ചിത്രമാണിത്. ജനാല എന്ന് പറഞ്ഞ ഈ പേടകത്തിന് തന്നെ ചില്ലിന്റെ ചില ഭാഗങ്ങളുണ്ട് ഔട്ട്സൈഡ് കാണാവുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാസം ആദ്യത്തില് അമേരിക്കയുടെ നാസ മൂൺ പ്രോഗ്രാമായ ആർട്ടിമിസ് 2 ഒരു ആസ്ട്രോണോമർ എടുത്ത ചിത്രമാണിത്. ഇന്ന് വരെയുള്ള ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ലാത്ത ഒരു ഫോട്ടോഗ്രാഫാണിത്. അതിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. സ്പേസിൽ നിന്നുള്ള ഒരു സോളാർ എക്ലിപ്സിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. സോളാർ എക്ലിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാണുമ്പോൾ ഒന്നുമല്ലെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു ചിത്രം. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു ചിത്രമാണിത്. അത് കേൾക്കാനും പിന്നീട് വരുന്ന ഫോട്ടോഗ്രാഫിന്റെ ഡീറ്റെയിൽസ് കേൾക്കാനും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഇതുപോലെയുള്ള ശാസ്ത്ര സത്യങ്ങളുടെ വീഡിയോകൾക്ക് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ചെലവില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ എന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്ലീസ് ഡു ദാറ്റ്. ഒന്നാമതായിട്ട്, ഈ ചിത്രത്തിലെ പെർഫെക്റ്റ് ഡാർക്ക് ഡിസ്ക് നോക്കുക. അതിനു ചുറ്റും സൂര്യപ്രകാശത്തിന്റെ ഒരു കൊറോണ കാണാം. സൂര്യന്റെ പുറത്തുള്ള ഈ അന്തരീക്ഷമാണ് ഈ കൊറോണ കൊണ്ട് ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. സൂര്യന്റെ അതിശക്തമായിട്ടുള്ള പ്രഭയില്, ലൈറ്റില് സാധാരണ ഈ കൊറോണ നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നോക്കൂ, എന്ത് മനോഹരമായ ഒരു ചിത്രം. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാം. അവിടെ ഇരുണ്ടിരിക്കുന്ന ഭാഗത്ത് നമുക്ക് നക്ഷത്രങ്ങളെ കാണാം. സൂര്യനെ പോലെയുള്ള വസ്തുക്കളുടെ ചിത്രം എടുക്കുമ്പോൾ ആ വെളിച്ചത്തിന്റെ പ്രഭയിൽ നമുക്ക് ഒരു നക്ഷത്രത്തെ പോലും കാണാൻ സാധാരണ കഴിയാറില്ല.
അതുകൊണ്ടാണ് നമ്മൾ പകൽ സമയത്ത് നക്ഷത്രങ്ങളെ കാണാത്തത്. അതവിടെ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, സൂര്യന്റെ അത്രയും ഭയങ്കരമായ വെളിച്ചത്തിൽ നക്ഷത്രങ്ങൾ മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഇനി ഈ ചിത്രത്തില് ക്യാമറയോട് അടുത്തുള്ള ഭാഗത്തെ ചന്ദ്രപ്രതലം, അവിടെ ആ ചന്ദ്രന്റെ പ്രതലം, ആ ഭാഗം ഒന്ന് തിളങ്ങുന്നതായിട്ട് കാണാം പതുക്കെയാണെങ്കിലും. അത് സൂര്യ വെളിച്ചമല്ല, മറിച്ച് ഭൂമിയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന വെളിച്ചം കൊണ്ടാണ് ഇങ്ങനെ തിളങ്ങുന്നത്. നമുക്ക് രാത്രി നമ്മൾ മൂൺ ലൈറ്റ് കാണാറുണ്ട്. അത് മൂണിന്റെ വെളിച്ചമല്ല, സൂര്യന്റെ വെളിച്ചം ചന്ദ്രനിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നതാണ് നമ്മൾ മൂൺ ലൈറ്റ് ആയിട്ട് കാണുന്നത്. അതുപോലെ ചന്ദ്രനിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്, അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്തി വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുന്നത്. അപ്പോൾ അത് മൂൺ ലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എർത്ത് ലൈറ്റ് എന്ന് പറയാം. എർത്ത് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഈ ചന്ദ്രന്റെ ഈ ഭാഗം തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഭൂമിയിൽ ഒരു പൂർണ്ണ സൂര്യഗ്രഹണം 2 മുതൽ 7 മിനിറ്റ് വരെ ആയിരിക്കും മാക്സിമം. 7 മിനിറ്റ് ആണ് മാക്സിമം. അത് ആ എക്ലിപ്സ് സമയത്ത് നിങ്ങൾ ഭൂമിയിൽ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ചില സ്ഥലത്ത് നിങ്ങൾ 2 മിനിറ്റ് കാണും, ചില സ്ഥലത്ത് 3 മിനിറ്റ്, ചിലപ്പോ എക്സാക്ട് പൂർണ്ണഗ്രഹണം കാണുന്ന ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് 7 മിനിറ്റ് വരെ മാക്സിമം കാണാൻ കഴിയും. എന്നാൽ ആർട്ടിമസ് 2-ലെ ആസ്ട്രോനോട്സ് അവര് 54 മിനിറ്റ് നേരമാണ് ഈ പൂർണ്ണ സൂര്യഗ്രഹണം, ദ കംപ്ലീറ്റ് സോളാർ എക്ലിപ്സ് ആസ്വദിച്ചത്. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത നീണ്ട ഒരു സൂര്യഗ്രഹണം. അതിന്റെ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ആർട്ടിമസ് 2-ലെ ആസ്ട്രോനോട്സ് എന്താണോ കണ്ടത് അതൊന്ന് റീവിസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരെന്താണോ കണ്ടത് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ചിത്രങ്ങളായിട്ട് കാണാം. ആദ്യം ആർട്ടിമിസ് 2 മിഷനെ പറ്റി ഞാൻ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. അറിയാത്തവർക്ക് അത് ഉപകാരപ്പെടും. അതറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 1972 ഡിസംബറിലെ അപ്പോളോ 17 മിഷന് ശേഷം ഭൂമിയുടെ ലോ ഓർബിറ്റ് വിട്ട് മനുഷ്യൻ സഞ്ചരിക്കുന്ന ആദ്യത്തെ മിഷനാണ് ആർട്ടിമിസ് 2. അതായത് 54 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യൻ വീണ്ടും ഇത്തരമൊരു ദീർഘയാത്ര നടത്തുന്നത്. സാധാരണ സ്പേസിൽ പോകുന്ന ആസ്ട്രോണോമേഴ്സ് ആകട്ടെ, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാകട്ടെ, അവർ ഭൂമിയുടെ അടുത്ത് തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ISS, നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് ചില സമയങ്ങളിൽ ഇരുണ്ട രാത്രികളിലൊക്കെ നമുക്ക് അതിന് കാണാൻ കഴിയും. എന്നാൽ ആർട്ടിമസ് 2 മിഷൻ ആസ്ട്രോനോട്സിനെ കൊണ്ടുപോയത് ഏതാണ്ട് 370,000 കിലോമീറ്റർ, അതായത് 3,70,000 കിലോമീറ്റർ അകലേക്കാണ്. അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ISS, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, 400 കിലോമീറ്റർ അകലെ മാത്രമാണ്. അതിന്റെ ഏതാണ്ട് 10 ഇരട്ടി അകലേക്കാണ് ഈ ആർട്ടിമസ് 2-ല് 4 ആസ്ട്രോനോട്സ് യാത്ര ചെയ്തത്. അപ്പൊ ഇത് ഒരു ചരിത്രമാണ്. ഇന്ന് വരെ ഭൂമിയിൽ നിന്ന് മനുഷ്യനുൾപ്പെടെ ഒരു ജീവിയും ഇത്രയും ദൂരം സ്പേസിലേക്ക്, അകലേക്ക് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരത്തിലേക്ക് ഒരു മനുഷ്യജീവി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി പോകുന്നത്. കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോച്ച്, പിന്നെ മിഷൻ സ്പെഷ്യലിസ്റ്റ് ജെറീമി ഹാൻസൺ, ഇങ്ങനെ 4 പേരാണ് ഈ മിഷനിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ജെറീമി ഹാൻസൺ ഭൂമിയുടെ അന്തരീക്ഷം വിട്ടു പോകുന്ന ആദ്യത്തെ കാനഡക്കാരനാണ്. 2026 ഏപ്രിൽ 1-നാണ് ആർട്ടിമിസ് 2 അമേരിക്കയിലെ ഫ്ലോറിഡ സംസ്ഥാനത്തുള്ള കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത്. ഞാൻ ഇവിടെ ഒരു പ്രത്യേക കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഏറ്റവും ആഗ്രഹമുണ്ടായിരുന്ന ഒന്നാണ് ഈ ആർട്ടിമിസ് 2-ന്റെ വിക്ഷേപണം കാണണമെന്നുള്ളത്. അത് ഫ്ലോറിഡയിലേക്ക് യാത്ര ചെയ്തിട്ടാണെങ്കിലും അത് കാണണമെന്നുള്ളത്. പണ്ട് ഞങ്ങൾ കെന്നഡി സ്പേസ് സെന്ററിൽ പോയിട്ടുണ്ട്, അവിടെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആർട്ടിമിസ് 2 വിക്ഷേപിക്കുന്ന സമയത്ത് ചെല്ലണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ എനിക്ക് പരിചയമുള്ള ഒരു മലയാളി എഞ്ചിനീയർ കൂടിയുണ്ട്. അപ്പൊ അടുത്ത തവണ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ പോണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അത് ഞാൻ ഈ സന്ദർഭവശാൽ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരാഴ്ചക്കകം കഴിഞ്ഞ 50 വർഷത്തിലേറെ ഒരു മനുഷ്യനും എത്തിച്ചേരാത്തത്ര അകലത്തിലേക്ക് അവർ യാത്ര ചെയ്തു. ഈ മിഷൻ ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ഒരു മിഷൻ ആയിരുന്നില്ല. നാസ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോളോ 11 ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പൊ അതിന് മുമ്പ് അപ്പോളോ 1, അപ്പോളോ അങ്ങനെ തുടങ്ങി ഓരോ മിഷൻസ് ഉണ്ടായിരുന്നു. 11 കഴിഞ്ഞിട്ടും 17 വരെ ഓരോ മിഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചന്ദ്രനിൽ അമേരിക്ക ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്ന വീരന്മാരൊക്കെ ഇതിന്റെ ചരിത്രം വായിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് തിരിച്ച് ആർട്ടിമിസ് 2-ന്റെ ഫോട്ടോകളിലേക്ക് വരാം. അപ്പൊ ഇത് ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനുള്ള ഒരു മിഷൻ ആയിരുന്നില്ല. ഈ മിഷന്റെ ലക്ഷ്യം ഒറിയോൺ സ്പേസ് ക്രാഫ്റ്റിനും അതിൽ സഞ്ചരിക്കുന്നവർക്കും ഇത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ പോയി സുരക്ഷിതമായിട്ട് തിരിച്ചു വരാൻ കഴിയും എന്ന് തെളിയിക്കുക എന്ന് മാത്രമായിരുന്നു.
അടുത്ത മിഷനിൽ, അതായത് ആർട്ടിമസ് 3-ലാണ് 1972 ശേഷം വീണ്ടും മനുഷ്യനെ ചന്ദ്രനിൽ അമേരിക്ക ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മളിവിടെ കാണാൻ പോകുന്നത് ആർട്ടിമസ് 2-ലെ ആസ്ട്രോനോട്ട്സ് അയച്ച ഡേറ്റയല്ല, പകരം ഞാൻ പറഞ്ഞു അവരെടുത്ത ഭൂമിയുടെയും ചന്ദ്രന്റെയും മനോഹരങ്ങളായ, അത്ഭുതപ്പെടുത്തുന്ന, ചരിത്രം കുറിക്കുന്ന, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ചരിത്രം കുറിക്കുന്നതാണത്, അങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങൾ. അവർ ഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ എടുത്തത് ഭൂമിയുടെ ചിത്രങ്ങളാണ്. കാരണം ഭൂമിയോടാണ് അവർ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഭൂമിയെ ഒന്ന് വലയം വെച്ച് ട്രാൻസ്ലൂണാർ ഇൻജക്ഷൻ ബേൺ എന്ന പ്രോസസ് വഴിയാണ് അവര് ഒറിയോൺ സ്പേസ് ക്രാഫ്റ്റിനെ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് വിക്ഷേപിച്ചത്. അതൊരു ഗ്രാവിറ്റി ഉപയോഗിച്ചുള്ള ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റി ഉപയോഗിച്ച് കുറച്ച് ഇന്ധനം കുറച്ച് ഉപയോഗിച്ചിട്ട് സ്പേസിലേക്ക് വിക്ഷേപിക്കുന്ന ഒരു പ്രോസസ്. ഏപ്രിൽ 2-നാണ് ഇത് നടന്നത്. ആ സമയത്ത് കമാൻഡർ റീഡ് വൈസ്മാൻ സ്പേസ് ക്രാഫ്റ്റിന്റെ ജനാലയിലൂടെ തന്റെ ക്യാമറയിൽ എടുത്ത നമ്മുടെ ഭൂമിയുടെ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പകലും രാത്രിയും വേർതിരിക്കുന്ന സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയുടെ മീതെ വീഴുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം. ആ വെളിച്ചം, സൂര്യപ്രകാശം വീഴുന്ന ഭാഗവും സൂര്യപ്രകാശം വീഴാത്ത ഭാഗവും, അതായത് പകലും രാത്രിയും, അതിന്റെ ടെർമിനേറ്റർ ലൈൻ, ഇതൊക്കെ ഭംഗിയായിട്ട് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് അവർക്ക് ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതായത് നമ്മൾ സാധാരണ ഒന്നുകിൽ ലൈറ്റ് കാണും അല്ലെങ്കിൽ ഇരുട്ട് കാണും. പക്ഷെ ഇവിടെ ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളും, അതായത് ആ ടെർമിനേറ്റർ ലൈൻ, പകലും രാത്രിയും വേർതിരിക്കുന്ന ഒരു ലൈൻ, അതിന്റെ അപ്പുറവും ഇപ്പുറവും 2 അർദ്ധഗോളങ്ങളായിട്ട് ഭൂമിയെ അവർക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മനോഹരമായ ഫോട്ടോയുടെ മറ്റൊരു പ്രത്യേകത. ഈ ഫോട്ടോ എടുക്കുമ്പോഴും അവർ ചന്ദ്രനേക്കാൾ ഭൂമിയോടാണ് കൂടുതൽ അടുത്തിരുന്നത്. 2-ാം ദിവസം അതിവിശേഷമായ ഒരു കാര്യം കൂടി നടന്നു. ഭൂമി ഒറിയോൺ സ്പേസ് ക്രാഫ്റ്റിന്റെയും സൂര്യന്റെയും ഇടയിലായിരുന്നപ്പോൾ, അതായത് ഇവര് ഭൂമിയുടെ ഒരു ഭാഗത്തും സൂര്യൻ ഭൂമിയുടെ മറുഭാഗത്തുമാണ്, ഭൂമി നടുവിൽ. അങ്ങനെ ആയിരുന്ന ഒരു സമയത്ത് കമാൻഡർ വൈസ്മാൻ എടുത്ത ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഇതിനും കുറെ പ്രത്യേകതകളുണ്ട്. ഭൂമി ഇവർക്കും സൂര്യനും ഇടയിലാണെന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ സൂര്യൻ ഭൂമിക്ക് പുറകിലാണ്. പുറകിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ടോർച്ച് അടിക്കുന്ന പോലെയാണ് സൂര്യൻ ഇപ്പൊ നിൽക്കുന്നത്. ഭൂമിയുടെ അരികിൽ സൂര്യൻ ഒരു തിൻ ആയ ആർക്ക് പോലെ നമുക്ക് തിളങ്ങുന്നത് കാണാം. സൂര്യനെ അവിടെ കാണാൻ ചെറുതായിട്ട് ഒരു ചെറിയ ആർക്ക് ആ ഭൂമിയുടെ താഴെ വലതുഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്ലിയർ ആയിട്ട് അത് കാണാൻ കഴിയും. ഇനി ഭൂമിയുടെ മുകൾ ഭാഗത്ത് നോക്കുക. അവിടെ അല്പം വലതുവശത്തേക്ക്, അതുപോലെ തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അല്പം ഇടതുവശത്തേക്ക്, അതായത് ഭൂമിയുടെ 2 ധ്രുവഭാഗങ്ങൾ, നോർത്തും സൗത്തും, മുകളിൽ ഒരല്പം വലത്തോട്ട് മാറിയും താഴെ ഒരല്പം ഇടത്തോട്ട് മാറിയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരേ സമയത്ത് 2 അറോറകൾ നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയും. നോർത്ത് ഭാഗത്തുള്ള അറോറയെ നമ്മൾ അറോറ ബോറിയാലിസ് എന്ന് വിളിക്കും. അതുപോലെ സൗത്ത് ഉള്ളതിനെ അറോറ ആസ്ട്രിയാലിസ് എന്ന് വിളിക്കും. അങ്ങനെ അറോറ ബോറിയാലിസും അറോറ ആസ്ട്രിയാലിസും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിമനോഹരം. അതുപോലെ തന്നെ താഴെ വലതുവശത്ത് സോഡിയാക്കൽ ലൈറ്റ് കാണാൻ കഴിയും. ഇത് താഴെ ലൈറ്റ് ഒരു ചെറിയ പിരമിഡ് പോലെയുള്ള ഒരു തിളക്കം നിങ്ങൾക്ക് കാണാം, ഒരു വെളിച്ചം. അതാണ് സോഡിയാക്കൽ ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സൗരയൂഥം, അതായത് സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു പ്ലെയിനിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സൗരയൂഥം ഉണ്ടായതിനു ശേഷമുള്ള കുറെ പൊടിപടലങ്ങൾ, ഡസ്റ്റ് ഈ പ്ലെയിനിൽ തങ്ങിക്കിടപ്പുണ്ട്. അതിൽ സൂര്യരശ്മികൾ തട്ടി പ്രതിഫലിക്കുന്നതാണ് ഈ പിരമിഡ് പോലെ നിങ്ങൾ കാണുന്ന ഈ പ്രകാശം. നമ്മൾ സാധാരണ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരിക്കലും ഇത് കാണാൻ കഴിയില്ല. സൂര്യന്റെ അതിശക്തമായിട്ടുള്ള പ്രകാശം തന്നെയാണ് അതിന്റെ കാരണം. ചന്ദ്രനിലേക്ക് പോകുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റിലെ ജനാല വഴി എടുത്ത ഈ ഒരൊറ്റ ചിത്രത്തിൽ നമുക്ക് 2 അറോറകളും സോഡിയാക്കൽ ലൈറ്റും ഭൂമിയുടെ പൂർണ്ണമായിട്ടുള്ള രൂപവും നമുക്ക് കാണാൻ കഴിയും. സ്പേസ് ക്രാഫ്റ്റിലെ 3-ാമത്തെ ദിവസം ഭൂമി ചെറുതായി തുടങ്ങി. കാരണം ഇവര് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭൂമി ചെറുതാകും, ചന്ദ്രൻ വലുതായിട്ട് വരും. അന്നെടുത്ത ഒരു ചിത്രം പൂർണ്ണ ഇരുട്ടിൽ കാണുന്ന ചന്ദ്രക്കല പോലെയാണ് നമ്മൾ കാണുന്നത്. ഇത് ചന്ദ്രനല്ല, മറിച്ച് നമുക്ക് ഭൂമിക്കല എന്ന് വേണമെങ്കിൽ പറയാം. ഭൂമിയാണ് കാണുന്നത്. ഇത് ഭൂമിയിൽ നിന്ന് വളരെ അകലെ എത്തിക്കഴിഞ്ഞപ്പോൾ ചന്ദ്രനിലേക്ക് പോവുകയാണ് ഇവര്. ചന്ദ്രനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭൂമി ചെറുതായി വരും. അപ്പോ കണ്ട ഭൂമിയാണ് ഇത്. ഭൂമിക്കല, നമ്മൾ ചന്ദ്രക്കല പറയുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെ പറയാം. എല്ലാ രാജാക്കന്മാരും എല്ലാ മനുഷ്യരും ലക്ഷക്കണക്കിന് വർഷങ്ങളായി ജനിച്ച് പടവെട്ടി ജീവിച്ച് മരിച്ച നമ്മുടെ ഭൂമിയാണ്. എല്ലാ പ്രവാചകന്മാരും ജനിച്ചത് ഇവിടെയാണ്. എല്ലാ പ്രവാചകന്മാരും മരിച്ചത് ഇവിടെയാണ്. എല്ലാ ദൈവങ്ങളും ഉണ്ടായത് ഇവിടെയാണ്. എല്ലാ മതങ്ങളും ഉണ്ടായത് ഇവിടെയാണ്. അങ്ങനെ ദൈവങ്ങളും മതങ്ങളും ഒക്കെ ഉണ്ടായി മനുഷ്യരെ തമ്മിലടിപ്പിച്ചതും ഇന്നും തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ ചെറിയൊരു കഷ്ണത്തിലാണ്. ഇത് പണ്ട് പ്രശസ്തനായ
കാൾ സാഗൻ പറഞ്ഞ ഒരു സെന്റൻസിനെ ഞാൻ ചെറുതായിട്ടൊന്ന് രൂപപ്പെടുത്തി പറഞ്ഞതാണ്. അപ്പൊ ഭൂമിയുടെ പൂർണ്ണമായ ചിത്രം തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു പ്രത്യേക ആംഗിളിൽ സൂര്യവെളിച്ചം വീഴുന്ന ഭാഗം മാത്രം ഒരു ക്രസന്റ് ആയിട്ട് ചന്ദ്രക്കല പോലെ നമ്മൾ കാണുന്നു എന്ന് മാത്രം. ഇതും അതേ ദിവസം തന്നെ എടുത്തൊരു ചിത്രമാണ്. ഭൂമി ഒരു ചന്ദ്രക്കല പോലെ കാണുന്നത് നിങ്ങൾക്ക് ഇവിടെയും കാണാം. ഒറിയൻ സ്പേസ് ക്രാഫ്റ്റിന്റെ ഒരു ക്യാബിൻ ജനാലയിൽ നിന്ന് കമാൻഡർ വൈസ്മാൻ എടുത്ത മറ്റൊരു ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഭൂമി അസ്തമിക്കുന്ന സമയത്ത് എടുത്ത ചിത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, ഭൂമി അസ്തമിക്കുമോ? ഭൂമി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളത് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. നമ്മൾ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. കുറച്ചും കൂടി അറിയാവുന്നവർക്ക് ചന്ദ്രൻ ഉദിക്കുന്നതും ചന്ദ്രൻ അസ്തമിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഭൂമി എങ്ങനെയാണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്? നമ്മൾ ഭൂമിയിൽ നിന്ന് അകലെ പോകുമ്പോൾ നമ്മൾ ചന്ദ്രനിൽ ചെന്നാൽ അല്ലെങ്കിൽ സൂര്യനിൽ ചെന്നാൽ അവിടെ നിന്ന് നോക്കിയാൽ ഈ ഭൂമി അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യും. ഇതിന് നാസ കൊടുത്ത മനോഹരമായ ഒരു പേരാണ് തിങ്കിങ് ഓഫ് യു എർത്ത്. അത് ഇവിടെ നാസയ്ക്ക് ഇവർ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ നാസ പബ്ലിഷ് ചെയ്തതോടുകൂടി ദ സോഷ്യൽ മീഡിയ ടുക്ക് ഓവർ ദിസ് വൺ ആൻഡ് എൻജോയ്ഡ് ഓർ സെലിബ്രേറ്റഡ് നാസയുടെ ഈ ചന്ദ്രനിലേക്കുള്ള ആർടെമിസ് 2 യാത്ര അവരത് സെലിബ്രേഷൻ ആക്കി മാറ്റി. ഈ യാത്രക്കിടയിൽ എടുത്ത വേറൊരു ചിത്രം കൂടി എടുത്തു പറയേണ്ടതാണ്. ഇത് നമ്മുടെ നേരത്തെ വൈസ്മാൻ എടുത്തു എന്ന് പറയുന്ന പോലെ ക്യാമറ കയ്യിലെടുത്ത് ക്ലിക്ക് ചെയ്ത് മനുഷ്യരാരും എടുത്തതല്ല, മറിച്ച് ഒറിയൻ സ്പേസ് ക്രാഫ്റ്റിന്റെ പുറത്ത് സോളാർ അരേസ് ഉണ്ട്. അതിന്റെ അറ്റത്ത് ഘടിപ്പിച്ച ഒരു ക്യാമറ എടുത്ത ചിത്രമാണ്. ഇതിലിപ്പോ പുറത്തുനിന്ന് എടുക്കുമ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ ഒരു ഭാഗം കാണാനും കൂടി കഴിയും. ഇപ്പൊ സ്പേസിൽ തൂങ്ങിക്കിടക്കുന്ന ചന്ദ്രനെയും കാണാം. പൂർണ്ണമായും സ്പേസിന്റെ ഇരുട്ടിൽ സ്പേസ് ക്രാഫ്റ്റും ചന്ദ്രനും ഉൾപ്പെടുന്ന ഒരു ചിത്രം. ഈ ഫോട്ടോഗ്രാഫിനെ നമുക്ക് ഈ മിഷൻ യാത്രയുടെ ചിത്രം എന്ന് പറയാം. ആർടെമിസ് 2 ചന്ദ്രനിലേക്കുള്ള പോക്ക്. അപ്പൊ ആർടെമിസ് 2 ഇതിലുണ്ട്, ചന്ദ്രൻ ഇതിലുണ്ട്. ഏപ്രിൽ 6 സ്പേസ് ക്രാഫ്റ്റും ക്രൂവും ചന്ദ്രനോട് വളരെയധികം അടുത്തു. ചന്ദ്രനെ അവർക്ക് വളരെ ഭംഗിയായിട്ട് കാണാവുന്ന രീതിയിലായി സ്പേസ് ക്രാഫ്റ്റ്. ചന്ദ്രന്റെ ഈ ഇമേജും വളരെ വ്യത്യസ്തമാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ചെറിയ ഗർത്തങ്ങളും വളരെ വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലേക്ക് സ്പേസ് ക്രാഫ്റ്റ് അടുത്തു. മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ക്രേറ്ററുകൾ, റിഡ്ജ് ലൈൻസ്, ലാവയൊഴുകി തണുത്തുറഞ്ഞ് കട്ട പിടിച്ച സമതലങ്ങൾ, അങ്ങനെ ബില്യൺസ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഇതൊക്കെ അവരുടെ മുമ്പിൽ തെളിഞ്ഞു വന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ എന്നും ചന്ദ്രന്റെ ഒരു വശം മാത്രമാണ് കാണുന്നത്. ചന്ദ്രന്റെ മറുവശം, അതിനെ ഫാർ സൈഡ് ഓഫ് ദ മൂൺ എന്നാണ് വിളിക്കുക. അത് നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരിക്കലും കാണാറില്ല. ഇനി ചന്ദ്രനെ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്നും കാണുന്നത് ഒരേ ചന്ദ്രനെ തന്നെയാണ്, ഒരേ ഭാഗം തന്നെയാണ്, ഒരേ ആ കറുത്ത പാടുകൾ തന്നെയാണ്. മറ്റേ ഭാഗം നമ്മൾ കാണാറില്ല. മൂണിന്റെ ആ ഫാർ സൈഡും ഇവർക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരു ഭാഗ്യം. ഉച്ചയ്ക്ക് 2:19 എടുത്ത ഒരു ചിത്രമാണ് അതിലൊന്ന്. ഈ കാണുന്നതാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ഓറിയന്റൽ ബേസിൻ. ഈ ഒരു ഗർത്തത്തിന് അല്ലെങ്കിൽ ക്രേറ്ററിന് സയൻസ് വേൾഡ് കൊടുത്തിരിക്കുന്ന പേരാണ് ഓറിയന്റൽ ബേസിൻ. ഇത് ഏതോ വലിയ മീറ്റിയർ വന്ന് പതിച്ചുണ്ടായ ഒരു ക്രേറ്റർ ആണ്. ഇതിന്റെ വ്യാസം തന്നെ 600 മൈലാണ്. 600 മൈൽ എന്ന് വെച്ചാൽ ഏതാണ്ട് 1000-ഓളം, അതായത് എക്സാക്ട്ലി 965, 965 കിലോമീറ്റർ ആണ് ഈ ക്രേറ്ററിന്റെ വ്യാസം. ഇത് നമ്മൾക്ക് കാണാവുന്ന ചന്ദ്രന്റെ വശത്തിന്റെയും കാണാൻ കഴിയാത്ത മറ്റേ വശം, നമ്മൾ പറഞ്ഞു ഫാർ സൈഡ്, ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, രണ്ട് ഭാഗം കൂടി വരുന്നത്. അതായത് നമ്മളിവിടെ നോക്കിയാൽ ചന്ദ്രന്റെ ഒരു സൈഡ്, ആ എഡ്ജില് ചില സമയത്തൊക്കെ നമുക്ക് അതിനെ കാണാൻ കഴിയും. ആ ബൗണ്ടറിയിലാണ് ഈ ഓറിയന്റൽ ബേസിൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ക്രേറ്ററിന്റെ നടുവിൽ കാണുന്ന കറുത്ത പാട്, അത് ബില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് ലാവ പൊട്ടി വഴി തണുത്തുറഞ്ഞ് ഉണ്ടായതാണ്. ഇതിന്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു വെളുത്ത ഭാഗം കാണാം, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ക്രേറ്റർ. അതിൽ നിന്ന് സൂര്യന്റെ രശ്മികൾ പോലെ വശങ്ങളിലേക്ക് പോകുന്ന കുറെ വെളുത്ത പാടുകളും കാണാം. അവയ്ക്ക് 250 മൈൽ, കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ 400 കിലോമീറ്റർ അത്രയും നീളമുണ്ട്. ഇവരുടെ ഈ ഒബ്സർവേഷൻ പീരീഡിന്റെ സമയത്ത് ഇവര് ടെർമിനേറ്റർ ലൈനിലേക്ക് ക്യാമറ തിരിച്ചു. ടെർമിനേറ്റർ ലൈൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സൂര്യവെളിച്ചം വീഴുന്ന ഭാഗവും വെളിച്ചം വീഴാത്ത ഭാഗവും, പകലും രാത്രിയും പോലെ നിൽക്കുന്ന രണ്ട് ഭാഗങ്ങൾ ഒന്നിക്കുന്ന ആ ഭാഗം. അവിടെ സൂര്യന്റെ രശ്മികൾ കുത്തനെയല്ല, മറിച്ച് ചെരിഞ്ഞാണ് പതിക്കുന്നത്. നമുക്കറിയാലോ, കാരണം വൈകുന്നേരം ആകുമ്പോൾ സൂര്യരശ്മി ചെരിഞ്ഞാണ് പതിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ക്രേറ്ററുകളിലും പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിലും റിഡ്ജുകളിലുമൊക്കെ നമുക്ക് നിഴലുകൾ കാണാൻ കഴിയും. ഇതാണ് ചന്ദ്രന്റെ ഫാർ സൈഡിലുള്ള വാവിലോവ് ക്രേറ്റർ. മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് അതിശക്തമായ എന്തോ വസ്തു വന്ന് പതിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു പാടാണ് ഈ കാണുന്നത്. ഈ വസ്തു വന്ന് പതിച്ച് നിമിഷങ്ങൾക്കകം രൂപം കൊണ്ട ഒരു ജിയോളജിക്കൽ ഫീച്ചറാണ്. അത് ചന്ദ്രന്റെ ഫാർ സൈഡിൽ ആയതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഏപ്രിൽ 7 അമേരിക്കയിലെ EDT സമയം, അതായത് ഈസ്റ്റേൺ ഡേലൈറ്റ് ടൈം, അതായത് എനിക്കിവിടെ കാലിഫോർണിയയിൽ 3 മണിക്കൂറും കൂടി മുമ്പാണ്. അതായത് ഞങ്ങൾക്കത് 3:44 PM, ഈസ്റ്റേൺ സൈഡ് 6:44 PM. ആ സമയത്ത് ഒറിയൻ സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രന്റെ ഫാർ സൈഡിലേക്ക് നീങ്ങി, ബാക്കിലേക്ക്.
അതായത് ചന്ദ്രൻ അപ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റിന്റെയും ഭൂമിയുടെയും ഇടയിലായിട്ട് വരും. ഈ സമയത്ത് ഭൂമിയിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനും സ്പേസ് ക്രാഫ്റ്റിലെത്തുകയില്ല. സ്പേസ് ക്രാഫ്റ്റിനും സഞ്ചാരികൾക്കും ഇടയിലുള്ള കണക്ഷൻ, അതായത് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ പൂർണ്ണമായിട്ടും നിന്നു പോകുന്ന സമയം. ഒരു സംസാരമില്ല, ചാറ്റില്ല, ഭൂമിയുമായിട്ട് അവർക്ക് തമ്മിൽ സംസാരിക്കാം, പക്ഷെ ഭൂമിയുമായിട്ടൊരു സംസാരമില്ല, ചാറ്റില്ല, ടെക്സ്റ്റ് ഇല്ല, വെറും നിശബ്ദത മാത്രമായ 40 മിനിറ്റ്. ആ നിശബ്ദത 40 മിനിറ്റ് നീണ്ടു വന്നു. അതായത് നിങ്ങൾ ചന്ദ്രന്റെ മറുഭാഗത്ത് ഫാർ സൈഡ് ആയി പോയാൽ ഭൂമിയിൽ നിന്ന് ഒരു സിഗ്നലും നിങ്ങൾക്ക് ലഭിക്കില്ല, നിങ്ങളെ ആർക്കും കേൾക്കാൻ കഴിയില്ല. ഭൂമിയിൽ നിന്നും മനുഷ്യരാശിയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയായിരിക്കും. ഏതാണ്ട് നമ്മളൊരു ശവപ്പെട്ടിയിൽ ഒരാളെ അടച്ച് ഭൂമിക്കിടയിൽ കുഴിച്ചിട്ടാൽ അയാൾ എങ്ങനെയാണോ ഒറ്റപ്പെട്ടു പോകുന്നത് ആ ഒരു അവസ്ഥ. ഏതായാലും ക്രൂവിന് ഇത് അറിയാമായിരുന്നു, അവർ ഇതിനായിട്ട് പരിശീലിപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷെ വരാൻ പോകുന്നത് അറിയുന്നതും അത് അനുഭവിക്കുന്നതുമൊക്കെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഈ ബ്ലാക്ക് ഔട്ടിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റ്യാന കോച്ച് പറഞ്ഞത്, ഇറ്റ് ഈസ് സോ ഗ്രേറ്റ് ടു ഹിയർ ഫ്രം എർത്ത് അഗെയിൻ എന്നാണ്. അത്രയധികം സന്തോഷം അവർക്ക് പുറത്തു വന്നപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ്. ഭൂമിയും ചന്ദ്രനും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇതിൽ ഭൂമി ചെറുതായിട്ടാണ് കാണുന്നത്, ഒബ്വിയസ്ലി, കാരണം അവർ ചന്ദ്രന്റെ അടുത്തായതുകൊണ്ടാണ്. രണ്ടു ലോകവും നമ്മൾ ഒരുമിച്ച് കാണുകയാണ് ഇതിൽ, ഭൂമിയും ചന്ദ്രനും. ഇത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ടത്, നമ്മൾ അറിഞ്ഞാൽ പോരാ, അത് എക്സാക്ട്ലി നമ്മൾ ഫീൽ ചെയ്യണം. അറിയുന്നതും ഫീൽ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. എന്താണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത്? ഒറിയോൺ സ്പേസ് ക്രാഫ്റ്റിലെ 4 പേര് ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് എന്ന് നമ്മൾ അറിയണം. നമ്മളത് ഫീൽ ചെയ്യണം. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ ഇനി വരുന്ന ബില്യൺ വർഷങ്ങൾ അനന്തമായ പ്രപഞ്ചത്തിൽ അവരുടെ ശരീരങ്ങൾ ഒഴിയും നടന്നുകൊണ്ടിരിക്കും. നമുക്ക് അവരെ കാണാൻ കഴിയില്ല, അവർക്ക് ഇങ്ങോട്ടുള്ള ഒരു തിരിച്ചുവരവ് നടക്കില്ല. അങ്ങനെയുള്ള ഒരു സമയം എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും ഭൂമിയിൽ തിരിച്ചെത്താതെ അവരിങ്ങനെ അനന്തമായിട്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ, സ്പേസിൽ ഇങ്ങനെ ഒഴുകി നടക്കും. പക്ഷെ അവിടെയാണ് ശാസ്ത്രത്തിന്റെ വിജയം. അമേരിക്കയും നാസയും വെന്നിക്കുടി പാറിച്ച ചരിത്ര വിജയം. പക്ഷെ അത്തരമൊരു ഫീൽ, അറിയൽ, അത് നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള, നിങ്ങളുടെ ലോകത്തെ പറ്റിയുള്ള, പ്രപഞ്ചത്തെ പറ്റിയുള്ള നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റിമറിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രന്റെ മറുഭാഗത്തൂടെ സഞ്ചരിക്കുന്ന ആ സമയം, ഭൂമിയിൽ നിന്ന് കണക്ഷൻ വിട്ടുപോകുന്ന ആ സമയം 40 മിനിറ്റ് എന്ന് പറഞ്ഞല്ലോ, അതിനെ ലൂണാർ ഫ്ലൈ ബൈ എന്നാണ് പറയുന്നത്. അപ്പൊ ലൂണാർ ഫ്ലൈ ബൈ സമയത്ത്, അതായത് സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയിൽ നിന്ന് മറിഞ്ഞ് ചന്ദ്രന്റെ ഫാർ സൈഡിൽ ചെന്ന് അവിടെ ആയിരിക്കുന്ന സമയം, ആ സമയത്ത് ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായിട്ടും അവരുടെ കണ്ണുകളിൽ നിന്ന് മറച്ചു. എന്ന് വെച്ചാൽ അവർക്ക് പൂർണ്ണമായ നിശബ്ദമായ ഇരുട്ട് മാത്രമായിരുന്നു, അല്ലെങ്കിൽ എ ടോട്ടൽ സോളാർ എക്ലിപ്സ്. ഭൂമിയിൽ നിന്ന് ഇന്നേ വരെ ഒരു മനുഷ്യനും അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരു പൂർണ്ണ സൂര്യഗ്രഹണം. ഭൂമിയിൽ സൂര്യഗ്രഹണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വളരെ കുറച്ച് സമയമുണ്ടാവും. പക്ഷെ ഇവരനുഭവിച്ചത് 54 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന ഒരു പൂർണ്ണ സൂര്യഗ്രഹണമാണ്. ചന്ദ്രന്റെ കറുത്ത വൃത്താകൃതിയിലുള്ള ഡിസ്കിന് ചുറ്റും സൂര്യന്റെ കൊറോണ തിളങ്ങി നിൽക്കുന്നത് കാണാം. അതോടൊപ്പം ആകാശത്തിൽ നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാണാം. ഒരു ഭാഗത്തായി നമ്മൾ ആകാശത്തിൽ ഏറ്റവും തെളിഞ്ഞു കാണുന്ന ആ ഗ്രഹം വീനസ് ആണ്, അല്ലെങ്കിൽ ശുക്രൻ. കൊറോണ എന്ന് പറയുന്നത് സൂര്യന്റെ ഔട്ടർ അറ്റ്മോസ്ഫിയർ ആണെന്ന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു. സൂര്യന്റെ ഉപരിതലത്തെക്കാൾ 100 തവണ ചൂട് കൂടിയ സ്ഥലമാണ് ഈ കൊറോണ, അതിന്റെ അറ്റ്മോസ്ഫിയർ. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് 100 തവണ ചൂട് കൂടി എന്ന് വെച്ചാൽ സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് 100 ടൈംസ് ചൂട് കൂടുതലാണ്. അത് അത്രയാണെന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയുകയല്ല. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷം. 10 ലക്ഷം ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്ക് വെള്ളം തിളപ്പിക്കണമെങ്കിൽ 100 ഡിഗ്രി സെന്റിഗ്രേഡ് മതി. അപ്പൊ 1 മില്യൺ അല്ല, 2 മില്യൺ അല്ല, 2 തൊട്ട് 3 മില്യൺ വരെ, 20 ലക്ഷം തൊട്ട് 30 ലക്ഷം ഡിഗ്രി സെന്റിഗ്രേഡ് ഉള്ള സ്ഥലമാണ് സൂര്യന്റെ ചുറ്റുമുള്ള ആ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഒരു പ്ലാസ്മ പോലെ ചന്ദ്രന് ചുറ്റും ഒരു ഡിസ്ക് ആയിട്ട് കാണുന്നത്. ഭൂമിയിൽ ഇത് കാണുവാനും പഠിക്കുവാനും ശാസ്ത്രജ്ഞന്മാർ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. എന്നാൽ ആർടെമിസ് ക്രൂവിന് ഏതാണ്ട് 1 മണിക്കൂർ ഈ പ്രതിഭാസം നേരിട്ട് തന്നെ കാണാൻ കഴിഞ്ഞു. എന്തൊരു ഭാഗ്യമാണല്ലേ. ഈ ഫ്ലൈ ബൈ സമയത്ത് എടുത്ത ഒരു ഫോട്ടോ കൂടി പ്രത്യേകിച്ച് എടുത്തു പറയണം. സ്പേസ് ക്രാഫ്റ്റ് ഇങ്ങനെ നീങ്ങുന്നതിനിടയ്ക്കാണ് ഭൂമി അസ്തമിക്കാൻ തുടങ്ങിയത്. സൂര്യാസ്തമനം, ചന്ദ്രാസ്തമനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ ഭൂമി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമോ എന്ന് ചോദിച്ചു. അതെ, യെസ്, നമ്മൾ വേറൊരു ഗ്രഹത്തിലാണെങ്കിൽ,
അല്ലെങ്കിൽ ചന്ദ്രനിലാണെങ്കിൽ നമുക്ക് ഭൂമിയുടെ ഉദയവും അസ്തമയവും കാണാം. ഇവിടെ ആർടെമിസ് 2 മിഷൻ ക്രൂ കണ്ടത് ഭൂമിയുടെ അസ്തമയമാണ്. ചന്ദ്രന്റെ ഡിസ്കിന് അപ്പുറത്ത് നമ്മുടെ ഭൂമി പതുക്കെ താഴേക്ക് പോയി അസ്തമിക്കാൻ തുടങ്ങി. ദ എർത്ത് സെറ്റ്. ഇത് പണ്ട് 1968 അപ്പോളോ 8 ആസ്ട്രോനോട്ട് ബിൽ ആൻഡേഴ്സ് ചന്ദ്രന്റെ ഉപരിതലത്തിനടുത്ത് വെച്ചെടുത്ത എർത്ത് റൈസ് ചിത്രമാണ്. അതായത് ഭൂമിയുടെ ഉദയം. ആർടെമിസ് 2 അവരെടുത്തത് ഭൂമിയുടെ അസ്തമനമാണ്. ഇവിടെ ഭൂമിയുടെ ഉദയമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഭൂമിയുടെ ഉദയം, ഭൂമിയുടെ അസ്തമയം എന്നൊക്കെ കാണണമെങ്കിൽ നമുക്ക് എവിടെ പോകണം? ചന്ദ്രനിലോട്ട് പോകണം. ഇതിൽ കാണുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിന് മുകളിൽ ഭൂമി ഉദിക്കുന്നതാണ്. ഇതെടുത്തത് 1968 അപ്പോളോ 8 അതിലെ ആസ്ട്രോനോട്ട് ബിൽ ആൻഡേഴ്സ് ആണ്. എന്നാൽ ആർടെമിസ് 2 മിഷൻ ക്രൂ കണ്ടത് എർത്ത് റൈസ് അല്ല, എർത്ത് സെറ്റ് ആണ്. ചന്ദ്രൻ അവരുടെയും, അതായത് നമ്മുടെ സ്പേസ് ക്രാഫ്റ്റിന്റെയും ഭൂമിയുടെയും ഇടയിൽ വന്നപ്പോൾ ഭൂമി ചന്ദ്രന്റെ ഉപരിതലത്തിന്റെ താഴേക്ക് താൽക്കാലികമായിട്ട് മറഞ്ഞു പോകുന്ന കാഴ്ച, അതാണ് എർത്ത് സെറ്റ്. ഈ പ്രപഞ്ചത്തിലെ അതിമനോഹരമായ ഒരു കാഴ്ച. അപ്പോളോ മിഷൻ കഴിഞ്ഞിട്ട് 50-ൽ കൂടുതൽ വർഷങ്ങളായി. ഇത് ആർടെമിസ് മിഷൻ കാലമാണ്. ഈ മനോഹരമായ കാഴ്ച കാണുവാൻ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. അടുത്തത് ആർടെമിസ് 3യുടെ ഊഴമാണ്. ആർടെമിസ് 3 മിഷൻ വരുന്നേ ഉള്ളൂ. ആ മിഷനിൽ 1972 ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുവാനുള്ള ശ്രമമാണ് നടത്തുക. മനുഷ്യന്റെ കാൽപ്പാടുകൾ വീണ്ടും ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിയും. അതിന് സംശയം വേണ്ട. ആ മിഷനിൽ ഒരു സ്ത്രീയും ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ 1 പേഴ്സൺ ഓഫ് കളർ. ഈ 4 പേരാണ് ഇറങ്ങാൻ പോകുന്നത്. അവർ ഒരുമിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് 8 ബില്യൺ മനുഷ്യർ വീട്, ഹോം എന്ന് വിളിക്കുന്ന ഒരു നീലഗ്രഹത്തിനെ അവിടെ നിന്ന് നോക്കും. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇപ്പോഴുള്ളത് ആർടെമിസ് 2 മിഷൻ ക്രൂ എടുത്ത കുറെ ചിത്രങ്ങളാണ്. 54 മിനിറ്റ് നീണ്ടു നിന്ന ഒരു പൂർണ്ണ സൂര്യഗ്രഹണമാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിന് താഴേക്ക് അസ്തമിക്കുന്ന ഭൂമിയാണ്. 2 അറോറകളും സോഡിയാക്കൽ ലൈറ്റും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്പേസ് ഫോട്ടോ ആണ്. ചരിത്രത്തിൽ ആദ്യമായി ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലേക്ക് സഞ്ചരിച്ച 4 മനുഷ്യരാണ്. അപ്പോൾ ഇതാണ് ഈ ആർടെമിസ് 2 മിഷനിൽ ആ 4 ക്രൂ എടുത്ത ഏറ്റവും നല്ലതായ കുറച്ച് ചിത്രങ്ങൾ. അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ സയന്റിഫിക് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റുമായിട്ട് പെട്ടെന്ന് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് ബൈ.